വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. ഇന്ന് ജൂലൈ 3. ഇവിടെ രാവിലെ ഒരു 3-4 മണി ആയിട്ടുള്ളൂ കേട്ടോ സമയം. ഞങ്ങളിന്ന് സ്കോട്ട്ലൻഡിലേക്ക് ഒരു റോഡ് ട്രിപ്പ് പോവാണ് കേട്ടോ. ലണ്ടൻ ടു എഡിൻബ്ര ശരിക്കും ഒരു 8 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. പക്ഷേ ബേബി ഉള്ളതുകൊണ്ടും ഓൾമോസ്റ്റ് എല്ലാ സർവീസിലും തന്നെ നിർത്തി പതുക്കെ പോകുന്നതുകൊണ്ടും അതൊരു 9 hours 10 hours ഡ്രൈവ് ആവാനായിട്ട് വഴിയുണ്ട്. ഞങ്ങളും ഞങ്ങളുടെ 3 ഫ്രണ്ട്സും കൂടിയിട്ടാട്ടോ പോണേ. ഇത്തവണ സ്കോട്ട്ലൻഡിൽ പോകുന്നതിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ജൂലൈ 5 ഞങ്ങളുടെ എസ്റ്റുകുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പം ഞങ്ങൾ കുറച്ച് മുമ്പ് തൊട്ടേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്കിങ്ങനെ സ്കോട്ട്ലൻഡ് ട്രിപ്പ് പോവാം, അവിടെ നിന്ന് ഔട്ട്ഡോറിൽ നിന്ന് കേക്ക് കട്ട് ചെയ്യാം, ഇൻസ്റ്റൻറ്റ് ഇങ്ങനെ ഒത്തിരി ആൾക്കാരെയൊക്കെ വിളിച്ച് ഭയങ്കര സെലിബ്രേഷന് പകരം ഞങ്ങൾക്ക് 2 പേർക്കും ഇതിനോടായിരുന്നു താല്പര്യം. അപ്പം ഞങ്ങളങ്ങനെ സ്കോട്ട്ലൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രസ്റ്റൺ സർവീസ് ലിവർപൂൾ കയറണ്ടല്ലോ, 36 മൈലുള്ള ലിവർപൂൾ. മാഞ്ചസ്റ്റർ 26, ലിവർപൂൾ 36. പ്രസ്റ്റൺ കയറണം. ഇവിടെ യു കെയിലെത്തിയതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ പോകുന്ന ഓരോരോ ലോങ് ഡ്രൈവ്സാണ് കേട്ടോ. കാരണം നമ്മൾ ഈ പച്ചപ്പും ഹരിതാപം എന്നൊക്കെ പറയില്ലേ, അത് തന്നെ നല്ല രസമാണ് പോകുന്ന വഴിയൊക്കെ കാണാൻ. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇംഗ്ലണ്ടിൽ നിന്ന് സ്കോട്ട്ലൻഡിലേക്ക് ജസ്റ്റ് പാസ് ചെയ്തിട്ടുണ്ട്. ഒരു ലഞ്ച് ടൈം ആയി തുടങ്ങി, എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. നമുക്ക് നെക്സ്റ്റ് സർവീസിൽ നിർത്തേണ്ട സമയമായി. നമ്മളിത് ഇവിടെ എത്തി. നമ്മൾ അത്യാവശ്യം എല്ലാവരും ഫുഡൊക്കെ അടിച്ച് ഫ്രഷായി. പ്രകൃതി അതിന്റെ വരദാനം, പ്രകൃതി അതിന്റെ സൗന്ദര്യം, പ്രകൃതി അതിന്റെ സൗന്ദര്യം വാരി ഒഴിച്ചിരിക്കും. നമ്മളിപ്പോൾ ഇതേ സ്കോട്ട്ലൻഡിൻ്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള എഡിൻബ്രയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. എഡിൻബ്ര സിറ്റി കൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടേക്ക് വരുന്നതിന് മുൻപ് ഞാൻ ഈ സിറ്റീനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന്, വളരെ കോമൺ, എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഹാരി പോട്ടർ കണക്ഷൻ. JK റൗളിംഗ് ഹാരി പോട്ടർ സീരീസ് എഴുതിയിട്ടുള്ളത് എഡിൻബ്രയിലാണ്. ഈ സീരീസിൻ്റെ ഒരുപാട് ലൊക്കേഷൻസും ക്യാരക്ടേഴ്സിനൊക്കെ പുള്ളിനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു സിറ്റിയാണ് എഡിൻബ്ര സിറ്റി. എഡിൻബ്ര സിറ്റിക്ക് ഒരു പേരും കൂടി ഉണ്ട് കേട്ടോ, ഫെസ്റ്റിവൽ സിറ്റി എന്നാണ്. കാരണം വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ആർട്ട് ഫെസ്റ്റിവൽ നടക്കുന്നത് ഇവിടെയാണ്, എഡിൻബ്ര ഫ്രിഞ്ച് ഫെസ്റ്റിവൽ. ഈ വർഷം അത് നടക്കുന്നത് August 3 ഫ്രിഞ്ച് ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് ഈ സിറ്റിയിലെ പോപ്പുലേഷൻ ഡബിൾ ആവും അത്രേ. അതായത് ഒത്തിരി ദൂരത്ത് നിന്നും ആൾക്കാർ ഈ ഫെസ്റ്റിവൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്. അതായത് ഒരു 50,000 പെർഫോമൻസസ് അക്രോസ് 300 വെന്യൂസ് ആയിട്ടാണ് അന്നേരം ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. ലൈക്ക് എവ്രി വൺസ് ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടാവേണ്ട ഒരു ഇവൻ്റ് ആയിട്ടാണ് കേട്ടോ ഇത് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഞങ്ങളിപ്പോൾ ഇതേ എഡിൻബ്ര കാസലിൻ്റെ മുമ്പിലാണ് കേട്ടോ എത്തിയേക്കുന്നത്. ഇവിടെ സിറ്റി ടൂർ പ്രൊവൈഡ് ചെയ്യുന്ന ബിഗ് ബസ്സൊക്കെ ഉണ്ട്. ഒത്തിരി ലോക്ക് ലൈറ്റ്സിനൊക്കെ നമ്മൾ കണ്ടു. നമ്മളെല്ലാവരും ഇത്രയും ലോങ് ഡ്രൈവ് ചെയ്തുകൊണ്ട് തന്നെ നല്ല ടയേർഡായിരുന്നു. അപ്പം ഈ കാസിൽ കയറാനായിട്ടുള്ള ഒരു സ്ഥിതിയിലൊന്നുമല്ല ആരും ഉള്ളത്. ബട്ട് കാസിലിൻ്റെ നല്ല വ്യൂ കിട്ടുന്ന, കാസിലിനോട് ചേർന്നിരിക്കുന്ന ഒരു ഗാർഡനിൽ ഒന്ന് പോയി റിലാക്സ് ചെയ്യാമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ ഞങ്ങൾ ഈ ഗാർഡനിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഈ ഗാർഡനിൽ നിന്നാണെങ്കിൽ എഡിൻബ്ര കാസിലിൻ്റെ കിഡിലൻ വ്യൂ കിട്ടും. ഈ കാസിൽ എന്ന് പറയുന്നത് ഒരു 350 മില്യൺ ഇയേഴ്സ് ബാക്ക് പൊട്ടിത്തെറിച്ച വോൾക്കാനോന്ന് ഫോം ചെയ്തിട്ടുള്ള ഒരു കാസിൽ റോക്കിൻ്റെ മേലിലാണ് ഇരിക്കുന്നത്.
പോയി മടുത്തു പോയി. ഗാർഡനിൽ കുറച്ച് നേരമൊക്കെ ഇരുന്ന് റിലാക്സ് ചെയ്തിട്ട് നമ്മൾ ഇനി നമ്മുടെ സ്റ്റേയുടെ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. ഇവിടെ നിന്ന് ഒരു 1 hour കൂടി ഡ്രൈവ് ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് നല്ല ടയേർഡാണ് എല്ലാവരും. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു 3-4 മണിയാകുമ്പോഴാണ് പുലർച്ചെ. ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട് ഈവനിങ്. ഒരു കാര്യത്തിൽ എല്ലാവരും എക്സൈറ്റഡ് ആണ്. ഞങ്ങളുടെ എല്ലാവരുടെയും തന്നെ ഫസ്റ്റ് ടൈം കാരവൻ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇത്തവണ നമ്മൾ ആസ് യൂഷ്വൽ എയർബിഎൻബി തന്നെയാണ് ബുക്ക് ചെയ്തത് ഒരു കാരവൻ ആയിരുന്നു. 3 bedroom ഒരു കാരവൻ. അപ്പം ഇതാട്ടോ നമ്മൾ ബുക്ക് ചെയ്ത കാരവൻ. 6 guests അലൗഡ് ആയിട്ടുള്ള ഒരു 3 bedroom കാരവനാണിത്. കയറി വരുമ്പോൾ ഇതേ ഒരു ക്യൂട്ടായിട്ടുള്ള ഔട്ട്ഡോർ ബാൽക്കണിയൊക്കെ ഉണ്ട്. പിന്നെ ബെഡ്റൂംസ്, കിച്ചൺ, ലിവിങ് സ്പേസ് അങ്ങനെയായിട്ട്. ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ ഇവിടെ പുറത്ത് ബാൽക്കണിയിൽ നിന്ന് കാറ്റ് കൊള്ളാനൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. ബീച്ച് ഫ്രണ്ടും കൂടെയാണല്ലോ. പിന്നെ നമ്മുടെ അടുത്തടുത്തായിട്ടുണ്ടായിരുന്ന കാരവനിലൊക്കെ ഉണ്ടായിരുന്ന ഫാമിലീസാണ്. അവിടെ പിള്ളേരൊക്കെ ഓടി കളിക്കുന്നതും സൈക്കിൾ ചവിട്ടുന്നതും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ആണ്, അങ്ങനെ ഫുള്ളി ഫെൻസ്ഡ് ആയിട്ടുള്ളൊരു സ്പേസ് അല്ല. Birthday, happy birthday.